Hello guys, welcome to day 2 vlog of my Kerala to Maharashtra ride. നമ്മൾ രാവിലെ 7:15 പുറപ്പെട്ടതാണ്. രാവിലെ 7:15 പുറപ്പെട്ടു. ഗോകർണയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം എൻ്റെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ സത്താറ എന്ന ഒരു വില്ലേജാണ്. ടൗൺ ആണോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ടൗൺ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വില്ലേജ് ഏരിയ ആണ്. അപ്പോൾ മഹാരാഷ്ട്ര സഹ്യാദ്രി ഏരിയയിലോട്ട് ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറേ കൂടെ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളോട്ട് ഏരിയയിലോട്ടൊക്കെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോകർണയിൽ നിന്ന് നമ്മൾ ഇന്നലെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഉടുപ്പി ഹൈവേ കട്ട് ചെയ്ത്, ഉടുപ്പി ഹൈവേ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ആ ഹൈവേനെ മുറിച്ച് കടന്നാണ് ഇപ്പം നമ്മൾ ഈ റോഡിലോട്ടേക്ക് കയറിയിരിക്കുന്നത്. ഈ റോഡിലോട്ടേക്ക് കയറിയിട്ട് കുറേ നേരമായി. ഞാൻ 7:15 പുറപ്പെട്ടത്. ഇതുവരെയുള്ള റൈഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം മഴ പെയ്തുകൊണ്ടിരുന്നു. നല്ല മഴയായിരുന്നു, ശക്തമായിട്ടുള്ള മഴയായിരുന്നു. പുലർച്ചെ തുടങ്ങിയ മഴയായിരുന്നു. ഞാനങ്ങനെ പുലർച്ചെ എണീറ്റു, പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. എന്നിട്ട് ചെറിയൊരു സ്നാക്സ് കഴിച്ചു, ചായയും സ്നാക്സും കഴിച്ചു. അങ്ങനെ മീൽസായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ചെറിയൊരു സ്നാക്സും ചായയും കഴിച്ചു. എന്നിട്ട് 7:15 ആകുമ്പോഴത്തേക്ക് ഞാൻ ഗോകർണയിൽ നിന്ന് പുറപ്പെട്ടു. ആ സമയം മുതലേ നല്ല മഴയായിരുന്നു, പുലർച്ചെ മുതലേ നല്ല മഴയായിരുന്നു, ശക്തമായിട്ടുള്ള മഴയായിരുന്നു. മഴയത്ത് തന്നെയായിരുന്നു ഓടിച്ചത്. ഇപ്പം ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ മഴയൊക്കെ ഒന്ന് നിന്നിട്ട്. ഇപ്പോൾ 9:45 7:15 മുതൽ 9:45 വരെയുള്ള ഈ ഒരു റൈഡിൽ ഏകദേശം 3/4 പോർഷൻസും ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്ന് സഹ്യാദ്രി സെക്ഷനിലോട്ടേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹ്യാദ്രി സെക്ഷൻ്റെ ആ ഒരു ഗഡ് സെക്ഷൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു റൂട്ട്. സോഫാർ നല്ല റൂട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഡേയിലെ റൈഡ് പോലെ അങ്ങനെ 1 വേ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും, അതായത് കംപ്ലീറ്റ്ലി 2 വേ റോഡാണ് എങ്കിൽ പോലും നല്ല രീതിക്ക് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടി. സ്മൂത്ത് റൈഡായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ റോഡ് 2 വേ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നിലവിലിപ്പോൾ എവിടെയാണെന്നുള്ള മാത്രം എനിക്കറിയില്ല. ഈ ഏരിയയുടെ പേരൊന്നും എനിക്കറിയില്ല. ഏതോ കാട്ടിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് നോക്കിയേ, വണ്ടി റൈറ്റിലോട്ടേക്ക് ചെരിഞ്ഞ് പോവുക. അടിപൊളി റൂട്ടല്ലേ. എനിക്ക് തന്നെ അറിയില്ല ഞാനിപ്പോൾ എവിടെയാണെന്നും ഇത് ഏത് റൂട്ടാണെന്നും. ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സത്തറ എന്ന വില്ലേജിലോട്ടേക്കുള്ള റൂട്ടാണ് എന്ന് മാത്രം അറിയാം. മാപ്പ് കാണിക്കുന്നു ഈ ഒരു റൂട്ട്. മാപ്പിനെ വിശ്വസിച്ചുകൊണ്ട് ഞാനും പോകുന്നു. ആക്ച്വലി ഇതൊക്കെ തന്നെ ഞാനും ആഗ്രഹിച്ചത്. അതായത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, 8, 9, 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ബസ്സല്ല, സാധാരണ റൂട്ട് ബസ് വന്നിറങ്ങിയാൽ എൻ്റെ സ്കൂളിലോട്ടേക്ക് നടക്കാൻ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അല്ലാതെ ഡയറക്റ്റ് സ്കൂളിൻ്റെ മുമ്പിൽ നിർത്തി തരുന്ന ബസ്സും ഉണ്ട്. പക്ഷെ അത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ
അത് നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 1.5 കിലോമീറ്റർ അകലെ ബസ് നിർത്തി സ്കൂളിലോട്ടേക്ക് നടക്കുന്ന വഴി ആ ടൈമിൽ ഞാനിങ്ങനെ ഫുൾ റൈഡിങ് ഗിയേഴ്സൊക്കെ ഇട്ട് അടിപൊളി വണ്ടിയിൽ നല്ല പ്രീമിയം ബൈക്കുകളിൽ ലോങ് റൈഡ് പോകുന്ന ടീമിനൊക്കെ ഞാൻ കാണാറുണ്ട്, ഗ്രൂപ്പ് റൈഡൊക്കെ പോകുന്ന ടീമിനൊക്കെ ഞാൻ കാണാറുണ്ട്. കാണുമ്പോൾ ഞാൻ ആകെ എക്സൈറ്റഡ് ആവും. ഞാൻ ക്യൂരിയസ് ആയിരിക്കും അവർ എവിടെയാണ് പോകുന്നത് എന്ന് എനിക്കറിയാൻ താല്പര്യം ഉണ്ടാവും, ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നാളെ ഒരിക്കൽ നല്ലൊരു ഇൻകം ഒക്കെ ഏൺ ചെയ്ത് നല്ലൊരു ബൈക്കൊക്കെ എടുത്ത് ഫുൾ ഓൺ റൈഡിങ് ഗിയറിൽ തന്നെ ലോങ് റൂട്ട് സോളോ റൈഡൊക്കെ എനിക്ക് ചെയ്യണമെന്ന്. സോ എൻ്റെ ആ ഒരു സ്വപ്നമാണ് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സ്വപ്നമാണ് ഞാനിപ്പോൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ യങ് സെൽഫിനെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടില്ല. അപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഡ്രീം ചെയ്യുക, സ്വപ്നം കാണുക, ആ കാണുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങൾ കാണുന്ന സ്വപ്നം എത്രമാത്രം തീവ്രമാണോ അത്രയും ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കാൻ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ തീവ്രമായിക്കൊണ്ട് തന്നെ നിങ്ങൾ ഡ്രീം ചെയ്യുക. ഇതിനിടയ്ക്ക് റൂട്ടൊന്നും തെറ്റിപ്പോയിട്ടില്ലല്ലോ അല്ലേ? കാരണം ഒരു തവണ എങ്ങാനും റൂട്ട് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ എന്തോ വാട്ടർഫോൾസും റിവർ റാഫ്റ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെയൊക്കെ ബാനേഴ്സ് കാണുന്നു. ആ ഭാഗമൊക്കെ ഒന്ന് പോകണമെന്നും കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള സമയം നമുക്കില്ല. ഇന്ന് ഏകദേശം 400 സംതിങ് കിലോമീറ്റേഴ്സാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതിലിപ്പോൾ ഇനി ബാക്കിയുള്ളത് 338 കിലോമീറ്റേഴ്സാണ്. നമുക്ക് തീരെ സമയമില്ല, ഒരുപാട് നിർത്തിയിടാനൊന്നും നമുക്കങ്ങനെ സമയമില്ല. ഈ കർണാടക, ഗോവ, മഹാരാഷ്ട്ര വഴിയൊക്കെ പോകുന്ന ട്രെയിൻ റൂട്ട് അടിപൊളിയാണ് കേട്ടോ. ആ ഒരു റൂട്ടിന് എന്താ പറയുക, കൊങ്കൺ പാത എന്നാണോ പറയുക? ആ ഒരു റൂട്ടിനാണോ കൊങ്കൺ പാത എന്ന് പറയുക? എനിക്കറിയില്ല, അറിയുന്ന ആൾക്കാരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ 2023 ഹരിഹർ ഫോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ട്രെയിനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, മംഗള ലക്ഷദ്വീപിൽ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 3:40 ആകുമ്പോഴേക്ക് ട്രെയിൻ കയറി. അങ്ങനെ ആ ദിവസം രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എന്താ പറയുക, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല, ഒരു രക്ഷയില്ലാത്തൊരു വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു. ഫുള്ള് പച്ചപ്പും മലകളും കുന്നുകളും കോടയും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട്. ഞാൻ ആ ദിവസം സീറ്റിൽ അങ്ങനെ ഇരുന്നിട്ടില്ല. അവിടെ ഡോറിൻ്റെ അടുത്തൊക്കെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുകയും അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ സ്റ്റേ ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റേ ചെയ്ത ആ ഒരു ഏരിയ ബ്രാഹ്മിൻസ് മെജോറിറ്റി ഏരിയ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നോൺ വെജ് റെസ്റ്റോറൻറ്റ്സൊക്കെ വളരെ കുറവാണ്, വെജ് റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഭൂരിഭാഗവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഞാൻ തപ്പി ഇറങ്ങിയപ്പോൾ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടു. പക്ഷേ ബാറും കൂടിയാണത്, ബാറും അതുപോലെ തന്നെ നോൺ വെജ് റെസ്റ്റോറൻറ്റുമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കയറാൻ നിന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടു. നിവൃത്തികേടുകൊണ്ട് അതിലേക്ക് കയറി. നിവൃത്തികേടുകൊണ്ട് എന്ന് പറയാൻ കാരണം നോൺ വെജ് കഴിച്ചാലാണ് വയറൊന്ന് ഫില്ലായതുപോലെ എനിക്ക് തോന്നാൻ. കാരണം കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഭക്ഷണം കഴിച്ചില്ല, വളരെ ലൈറ്റായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈഡ് കഴിഞ്ഞ് എവിടെയെങ്കിലും
സ്റ്റേ ചെയ്യാനുള്ളൊരു സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അത് നടന്നില്ല. ഒരു മസാല ദോശ മാത്രം കഴിച്ച് സെറ്റിലാവേണ്ട വന്നു. അതെവിടെ എത്തിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഷേക്ക് കുടിച്ചു, അതും എവിടെ എത്തിയില്ല. അങ്ങനെ ഇന്നായിരിക്കുകയാണ്. ഇന്ന് വരുന്ന വഴിക്ക് ഒരു ചായയും ചെറിയൊരു സ്നാക്സും കഴിച്ചു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാം. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആനയൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എനിക്കറിയില്ല. ആനയുള്ള ഏരിയ ആണോ ഇത്? കണ്ടിട്ട് ആനയുള്ള ഏരിയ ആയിട്ട് തോന്നുന്നില്ല. ആനയുള്ള ഏരിയ ആണെന്നാണെങ്കിൽ അതിൻ്റെ ഒരു സൈൻ ബോർഡ് ഉണ്ടാവുമല്ലോ. ഇതുവരെയായിട്ടും ആനയുടെ ഒരു സൈൻ ബോർഡ് ഞാൻ കണ്ടിട്ടില്ല. വൈൽഡ് ആനിമൽസിൻ്റെ സൈൻ ബോർഡ് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഫോറസ്റ്റ് റൂട്ടിലൂടെയൊക്കെ പോകുമ്പോൾ വൈൽഡ് ആനിമൽസിൻ്റെ സൈൻ ബോർഡ് കാണേണ്ടതാണ്. ആദ്യം കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്ന സൈൻ ബോർഡ് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ, ആക്സിഡൻറ്റ് സോൺ, ഇതൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് കൂടുതലും. ഒരു 2 കിലോമീറ്റർ അപ്പുറം പെട്രോൾ പമ്പ് ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ പെട്രോളിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം ഫ്യൂലുണ്ട്. ഇന്നലെ ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഗോകർණ എത്തുന്നതിൻ്റെ ഏകദേശം ഒരു 90 കിലോമീറ്റർ മുമ്പ്, 90-80 കിലോമീറ്റർ മുമ്പ്. അപ്പോൾ അതുണ്ട്. ഹിമാലയൻ ഇതിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങുമ്പോൾ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത് 32 കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊന്ന് വാൽപ്പാറ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മെയ് ടൈമിൽ 2025. ഈ വർഷം 2025. സോ ഈ വർഷം മെയ് മാസം എൻഡിൽ ഞാൻ വാൽപ്പാറ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്ന് നോക്കുമ്പോഴേക്കും 33 കിട്ടിയിട്ടുണ്ട് മൈലേജൊക്കെ. ഈ റൈഡിലും എനിക്ക് 32 ആണ് കിട്ടിയത്. പിന്നെ റൈഡിങ് ഗ്ലൗവും ബൂട്ടും ഒക്കെ ആയിട്ട് ഞാൻ അഡാപ്റ്റ് ആയി കേട്ടോ. എങ്ങനെയുണ്ട് ഈ റൂട്ടൊക്കെ? നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ എന്തോ തോന്നുന്നു? സോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏർലി 20s എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ മാക്സിമം ചെയ്ത് ആ ഒരു ഏജ് നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഏകദേശം ഒരു 25 വയസ്സ് കഴിഞ്ഞ് 27, 28 അല്ലെങ്കിൽ 30 വയസ്സൊക്കെ ആയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടും. റെസ്പോൺസിബിലിറ്റീസ് കൂടിക്കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ അപ്പോഴും ഉണ്ടാവും. ആഗ്രഹങ്ങൾ നമുക്ക് അപ്പോഴും ഉണ്ട് എങ്കിലും ആ ആഗ്രഹങ്ങളെ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പിന്നെ ആവാം, ഇന്നേത് കഴിഞ്ഞിട്ടാവാം എന്ന് നമ്മൾ കരുതി അതങ്ങനെ അങ്ങ് പെൻഡിങ്ങിലായി പോകത്തേ ഉള്ളൂ. സോ നമ്മൾ ചെയ്യുന്ന യാത്രകൾ, പ്രത്യേകിച്ച് അത് നമ്മുടെ മിഡ് 20s അല്ലെങ്കിൽ ഏർലി 20s ആണെങ്കിൽ അത് വേറെ തന്നെ ഒരു മൂഡാണ്. ഈ ഒരു ഏരിയയിലൊക്കെ എന്തോ കാര്യമായിട്ട് കുറേ നല്ല നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. ഞാനിതൊന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഉണ്ട് എങ്കിൽ തന്നെ എനിക്ക് അത് ചെന്ന് വിസിറ്റ് ചെയ്യാനുള്ളൊരു സമയം എനിക്കില്ല. കാരണം യാത്രയുടെ ഇടയിൽ വെച്ചിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തില്ല. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ജീവിതം ഒരു യാത്രയാണ്. സോ യാത്രയുടെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ പല ആൾക്കാരെ കണ്ടുമുട്ടും, പലയിടത്തും നമുക്ക് നിർത്താൻ തോന്നും. അങ്ങനെ നമ്മൾ നിർത്തി എന്ന് കരുതിയിട്ട് നമ്മളെ ഡെസ്റ്റിനേഷനിലോട്ടേക്ക് നമ്മൾ എത്തിയെന്ന് വരില്ല. നമ്മളെ ഗോളിലോട്ടേക്ക് നമ്മൾ എത്തിയെന്ന് വരില്ല. ആക്സിഡൻറ്റ് സോൺ. ഈ പശുസേർ സീനാണ് കേട്ടോ. ഒരുപാട് തവണ റോഡിൻ്റെ നടുവിൽ വെച്ചിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്.
പെട്ടെന്ന് സഡൻ ബ്രേക്കൊക്കെ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അതൊരു ഇടങ്ങാറാണ്. കേരളത്തിലൊക്കെ താരതമ്യേന കുറവാണ്. താരതമ്യേന എന്നല്ല, കാര്യമായിട്ട് ഞാനങ്ങും കണ്ടിട്ടില്ല കേരളത്തിൽ. ഈവൻ ഹൈവേയിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ഗോകർണ വരുന്ന വഴിക്ക് ഉടുപ്പി ആ ഒരു മംഗലാപുരം ഏരിയയിലൊക്കെ ഹൈവേയിൽ എന്നൊക്കെ പറയുമ്പോൾ വണ്ടികൾ പൊളിച്ചോടിക്കുന്ന ഒരു റൂട്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പശുവിനെ കണ്ട ആകെ സീനാണ്. ക്രാഷ് ആവത്തില്ല, ആക്സിഡൻറ്റ് വരില്ല. ഒരു കാട്ടാനയെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനെ. ഞാനിതുവരെ ഏറ്റവും അടുത്ത് വെച്ചിട്ട് ഒരു കാട്ടാനയെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ദൂരത്ത് വെച്ചുകൊണ്ടാണ്, ഊട്ടി പോണ വഴിക്ക്. നമുക്ക് ഏകദേശം ഒരു 11 മണി 11:30 ആകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ ഹൈവേ കയറിയിരിക്കുകയാണ്. അങ്ങ് നല്ല മഴ പെയ്യുന്ന കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഇവിടെയും മഴ പെയ്യും. ഞാൻ 10 എണ്ണതിനുള്ളിൽ 1 2 3 4 5 6 7 8 9 പെയ്ത് 10. യെസ്, പൈസ കൂട്ടാം. മഴ പെയ്തു ഗൈസ്. ഇത്രയും നേരം പതിയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പതിയെ എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിക് സ്പീഡിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. 60-50 ആ ഒരു റേഞ്ചിലൊക്കെ. സ്റ്റേറ്റ് ഹൈവേ, സാധാ മെയിൻ റോഡ്, ഇങ്ങനെയൊക്കെയായിരുന്നു ഇത്രയേറെ ഉണ്ടായിരുന്നത്. നേരത്തെ ഫോറസ്റ്റ് റൂട്ടൊക്കെ കഴിഞ്ഞിട്ട് റൂറൽ ഏരിയാസൊക്കെ വഴിയായിരുന്നു പോയത്. ഇപ്പോഴാണ് നല്ല റോഡ് കിട്ടിയത്. നമുക്ക് ഇനി നമുക്കിനി ബാക്കിയുള്ള കിലോമീറ്റേഴ്സ് 268 കിലോമീറ്ററാണ് നമുക്കിനി ബാക്കിയുള്ളത്. ഇതിൽ കാണിക്കുന്നത് എത്ര മണിക്ക് എത്തുന്ന? 6:03 എത്തുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഞാൻ ഒരുപാട് ലേറ്റായി. ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ഓംലെറ്റും പിന്നെ ചിക്കൻ 65. അത് കഴിച്ചൊന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചൊക്കെ വരുമ്പോഴേക്ക് ലേറ്റായി. ഞാൻ ഒന്നാമതിങ്ങനെ ലേറ്റ് ആവുന്നതിൽ ബേജാറാവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോകുന്ന സ്ഥലം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ചൊരു ഉള്ളോട്ട് ഏരിയ ആണ്, ഒരു വില്ലേജ് ഏരിയ ആണ്. ടൗൺ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകി ചെന്ന് കഴിഞ്ഞാൽ അവിടെ റൂം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ആകെ ശോകമായിരിക്കും മൂഞ്ചും. അപ്പോൾ എത്രയും നേരത്തെ ചെല്ലുന്നോ അത്രയും നല്ലത്. നല്ല റോഡ്. മഴ തകർത്ത് പെയ്യാണല്ലോ. നല്ല കാറ്റോടിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുഴുവൻ ഈ റോഡ് തന്നെ ആയാൽ മതിയായിരുന്നു. അറൗണ്ട് ഒരു 230-220 കിലോമീറ്റേഴ്സ് വരെ ഇതേ റോഡ് തന്നെ ആയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ വേഗം എത്താമായിരുന്നു. നല്ല കാലാവസ്ഥ.
ബലഗാവി ടു ബലഗാം ഹൈവേ കഴിയുമ്പോഴേക്കും വണ്ടിയുടെ റയർ ബ്രേക്ക് കിട്ടാതായി. അങ്ങനെ 20 കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്ന റോയൽ എൻഫീൽഡ് സർവീസ് സെൻറ്ററിലേക്ക് വണ്ടി കയറ്റി. വണ്ടി പിന്നെ തിരിച്ച് ശരിയാകുമ്പോഴേക്കും നേരെ ഒരുപാട് വൈകി. സത്രയിലെത്താൻ ഇനിയും 160ഓളം കിലോമീറ്റർ ബാക്കിയുണ്ട്. രാത്രി റൈഡ് വേണ്ടെന്ന് സ്ട്രിക്റ്റായി തീരുമാനിച്ചതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടെ അടുത്തുണ്ടായിരുന്നൊരു ഹോട്ടലിൽ റൂം എടുത്തു. ബാക്കി അടുത്ത ദിവസം